Hi, this is K. Narayanan. Aadhaar number 622068704831. ഇപ്പോൾ കേരളത്തിൽ കുറേ വീഡിയോകൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ ശബരിമല ഇഷ്യൂ ഒരു ടോപ്പ് ട്രെൻഡിങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ ദേവസ്വം ബോർഡ്, പിന്നെ ഗോൾഡ് പ്ലേറ്റിങ്, ഗോൾഡ് ക്ലാഡിങ്, പിന്നെ 18-ാം പടി, പിന്നെ അയ്യപ്പൻ ഭക്തന്മാർ, ഇങ്ങനത്തെ ചില സെർച്ച് വേർഡ്സൊക്കെ കുറേ കൂടുതൽ ഇന്ന് ഗൂഗിളിന് ആയിരിക്കും ഇപ്പോൾ. സോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട്. അതായത് ഓരോ അമ്പലത്തിലും ഇത് തന്നെ നടക്കുന്നതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങളും. അപ്പോൾ ഇവിടെ റെക്കോർഡുകളൊന്നുമില്ല. അപ്പോൾ ഈ റെക്കോർഡുകൾ ഇല്ലെങ്കിൽ അപ്പോൾ ഇനി എന്തിനാ ഇവർ ഗവൺമെൻറ് എന്നും പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു? സോ അതൊരു ചോദ്യം ബാക്കിയുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡാവട്ടെ അല്ല അമ്പലങ്ങളാവട്ടെ, ഏതായാലും ഒരു 10 പേര് 20 പേര് ചേർന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ. സോ ഇപ്പോൾ ഇത് കൊണ്ടുവന്നു 39 ദിവസമായി, ഇങ്ങനെയൊക്കെ പറച്ചിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഇനി അടുത്ത അമ്പലങ്ങളിലും പിന്നെ ഫ്യൂച്ചറിൽ ശബരിമലയിലും നടക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യത്തിനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ വിവരാവകാശ നിയമം 2005 എന്ന് പറയും. സോ ഈ വിവരാവകാശ നിയമം എല്ലാവരും കയ്യിലെടുക്കണം. അതായത് ഒരാൾ ഇൻട്രസ്റ്റ് എടുത്ത് സോഷ്യൽ ആക്ടിവിസ്റ്റൊക്കെ ഇട്ട് വിവരാവകാശ നിയമം ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല. സോ ഒരു 10 ആൾക്കാർ ഇടുമ്പോൾ ആ 10 അമ്പലങ്ങൾ രക്ഷപ്പെടും. സോ ഇങ്ങനെ അമ്പലങ്ങൾ 2000 ഉണ്ടെങ്കിൽ ഒരു 2000 RTI ഇടണം. അതായത് വിവരാവകാശ നിയമത്തിൽ അവർ 30 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ വ്യക്തമാക്കണം. സോ ഇത് നോർമൽ ഡേയ്സിലും ഇത് നടക്കണം. അപ്പോൾ നോർമൽ ഡേയ്സിൽ വിവരാവകാശ നിയമത്തിനനുസരിച്ച് സെക്ഷൻ 4 ഉണ്ട്. അപ്പോൾ ഈ സെക്ഷൻ 4 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉണ്ട്, അതിനൊരു വെബ്സൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് വെബ്സൈറ്റ് ഉണ്ടാവും. ഇതിനൊക്കെ ഒരു കണക്കുകളുണ്ട്. അപ്പോൾ ഇത് ദിവസേന ഫോളോ അപ്പ് ചെയ്യാനേ മറ്റുള്ളവർ പബ്ലിക് ഉണ്ടാവണം. സോ വെദർ ഇറ്റ് ഇസ് ദേവസ്വം ബോർഡ് ഓറൽസ് ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു ശാന്തിക്കാരനോ അല്ലെങ്കിൽ ഒരു വാരരോ അല്ലെങ്കിൽ അവിടെ ചെണ്ട കൊട്ടുന്ന ആൾക്കാരോ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ എല്ലാവരും ഇതിൽ പെടുന്നതാണിപ്പോൾ. ഇപ്പോൾ ഈ ശബരിമലയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ എത്ര പേരാ അവിടെ ഭരണം നോക്കിക്കൊണ്ടിരിക്കുന്നത്? സോ പുറത്തുനിന്ന് ആൾക്കാർ എത്ര പേരുണ്ടാവും? അപ്പോൾ ഇവിടെ വലിയ ഒരു തിരക്കാണ് അതിൽ. ആ തിരക്കിൻ്റെ ഉള്ളിൽ ഇവർ ഒരു പരിചയം നടിച്ച്, പിന്നെ ഇതാ ഇപ്പോൾ ആക്ടർ ജയറാം അതിനുള്ളിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര പേരെ പറ്റിച്ച് ഇങ്ങനെ സ്വർണ്ണമൊക്കെ കട്ടിട്ടോ അല്ലെങ്കിൽ എവിടെ പോയി എന്ന് അറിയില്ല, ഓർമ്മയില്ല, അതങ്ങനെയാണ്, എനിക്ക് നിയമവശങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ്റെ സ്വർണം കട്ട് ഇപ്പോൾ നിയർലി അബൌട്ട് 5 കിലോസോ എത്രയോ കാണാനില്ല എന്ന്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ രാഹുൽ ഈശ്വർ പറയുന്നതാണ് ഉറപ്പ്, 100% അത് കട്ടുമെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നു. സോ അതിൽ യാതൊരു സംശയവുമില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ശബരിമലയിൽ ആദ്യം 1950 നടന്ന കാര്യങ്ങൾ, പിന്നെ ഒടുവിൽ ഇടയിൽ ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എതിർത്തിട്ട്, അതായത് അയ്യപ്പനെ ഒരു വാല്യൂ ഇല്ലാതെ ആക്കണം എന്നുള്ള ചിന്തിക്കുന്ന പല ആൾക്കാർ അതിലുണ്ട്. സോ അവരുടെയൊക്കെ കാര്യങ്ങൾ രഹസ്യമായിട്ട് ഇത്ര ദിവസം ഉണ്ടെങ്കിലും അതൊരു ദിവസം പുറത്ത് വന്നു. സോ ഇത് പറയുമ്പോൾ പിന്നെ മെയിനായിട്ടുള്ള ഇതിൽ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു കള്ളനാണെന്നുള്ള മട്ടിലാണ് വരുന്നത്. മിസ്റ്റർ വിജയ് മല്ലയ്യ വന്ന് കള്ളനല്ല, എന്തോ ഒരു വലിയ ഇത് കൊടുത്ത മാതിരിയാണ് അവരുടെ ഇത് കാണിക്കുമ്പോൾ. അതായത് ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുത്തത് എന്ന്. അപ്പോൾ ഈ ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുത്തത് ആ ദൈവത്തിൻ്റെ നാടിൽ നിന്ന് തന്നെ കട്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ കാര്യം കാണുന്നത്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുഴുവനുണ്ട്, ലോകം മുഴുവനുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന കാശൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ലണ്ടനിൽ അല്ലെങ്കിൽ കിങ്ഫിഷർ എയർലൈൻസിന് പല പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമൊന്നുമില്ല. എയർ ഹോസ്റ്റസിന് ശമ്പളമായിട്ടേ കൊടുക്കുള്ളൂ. അതൊക്കെ പുറത്ത് ഇന്ന കാരണത്തിനാണ് കൊടുക്കുന്നത്, ഇന്നത്തിനാണ് നമ്മൾ കാശ് കൊടുത്തതെന്നുള്ളത് ആരും പറയാറില്ല. സോ 8000 കോടി 10,000 കോടി കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ നോക്കുമ്പോൾ 30 കിലോ സ്വർണം, 30.3 കിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊടുത്ത് അതിൽ ഗോൾഡ് പ്ലേറ്റിങ്, ഗോൾഡ് ക്ലാഡിങ്, പിന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്, ഇങ്ങനത്തെ പല സിസ്റ്റമുകളൊക്കെ പറഞ്ഞ് അതായത് ദൈവത്തിന് കൊടുത്തു എന്നുള്ളതിനെ ഒരു ഷോ കാണിച്ച് അതിലൊരു കാര്യം നടത്തി കഴിഞ്ഞു. സോ അന്ന് എന്താ നടന്നതെന്നുള്ളത് പബ്ലിക്സിനറിയാം, ഇന്നും എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പബ്ലിക്സിനറിയാം. സോ ഇപ്പോൾ ഹൈക്കോർട്ടിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിയമപരമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ പൂർത്തിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക്. പ്രേക്ഷകർക്കും അത് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതല്ലാണ്ട് ഇനിയൊരു കാര്യം പറയുന്നത്, ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് കാര്യം വിവരാവകാശ നിയമം 2005 അപ്പോൾ ഈ വിവരാവകാശ നിയമം എല്ലാവർക്കും അറിയണം എന്നുള്ളതിന് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്.
സോ വിവരാവകാശ നിയമം 2005 മലയാളത്തിൽ ഒരു പതിപ്പ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. സോ അതിനെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് സെക്ഷൻ 4 ആണ്. അപ്പോൾ ഈ സെക്ഷൻ 4 1 തൊട്ട് 10 വരെ സബ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സബ് സെക്ഷൻസും ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ മനസ്സിലാവാത്തവർ എല്ലാവരും ചോദിക്കാം. അപ്പോൾ ഈ വിവരാവകാശ നിയമം 10 സെക്ഷൻ, ഈ സെക്ഷൻ ഒരു ഒറ്റ സെക്ഷൻ മതി ഈ രാഷ്ട്രീയക്കാരെയും പിന്നെ സ്വർണം കടത്തുള്ള ആൾക്കാരും എല്ലാവരെയും വീട്ടിൽ കൂടിയിടാം. അപ്പോൾ ഇവരിങ്ങനെ, അതായത് ഇപ്പോൾ അടുത്തൊരു ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുന്ന ദുൽഖർ സൽമാൻ്റെ ഇഷ്യൂവാണ്. അതായത് സ്വർണ്ണക്കടത്തൽ എന്നുള്ള മട്ടിൽ ഒരു സൈഡ്, പിന്നെ ഒരു സൈഡ് ഈ കാർ കടത്തൽ. അതായത് എവിടുന്നൊക്കെയോ കാറുകൾ കൊണ്ടുവരിക. അപ്പോൾ ഈ ഇത്ര കാറുകൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഫാൻസി, അതായത് ഇവർക്ക് സമയം പോക്ക് തന്നെ കാറാണെന്നാണ് പറയുന്നത്. അതായത് ദുൽഖർ സൽമാൻ വലിയൊരു ക്രേസ് ഉണ്ട് അത്ര കാറിന്. ശരി, നിങ്ങൾക്ക് ക്രേസൊക്കെ ഉണ്ട്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഗവൺമെൻറ്റിനെ പറ്റിച്ചിട്ട് നിങ്ങൾ എന്തിനാ കാർ എടുത്തിട്ട് പോകുന്നത്? അതായത് സ്വർണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്ന് പറഞ്ഞിരുന്നു. അതായത് 10,000 രൂപയ്ക്ക് ഞാൻ 10 പവൻ സ്വർണം തരാമെന്ന് പറഞ്ഞ ഒരാൾ പറയുമ്പോൾ അത് സ്വർണം കട്ടതാണോ അതോ ഒറിജിനൽ സ്വർണ്ണമാണോ എന്നുള്ളത് നോക്കണ്ടേ? അപ്പോൾ ഒരാൾ സ്വർണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് കട്ടതായിരിക്കും. 10,000 രൂപയ്ക്ക് സ്വർണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കട്ട സ്വർണ്ണമായിരിക്കും. അപ്പോൾ വൈ ആർ യു ബൈയിങ് റോബ്ഡ് ഗോൾഡ് എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടത്. സോ അതാണ് ഞാൻ ഇതിനും പറയുന്നത്. അപ്പോൾ വിവരാവകാശ നിയമത്തിൽ ഓരോ കാറുകളുടെ പർച്ചേസും കൂടി, അതായത് RTO എന്ന് പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇവിടെ ഈ RTO സർവീസസിനും ഉണ്ട്. അതായത് എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസിനും അവർ കണക്ക് എഴുതുന്നത് ഈ കംപ്ലീറ്റ് പബ്ലിക് വ്യൂവിൽ ഈ സെക്ഷൻ 4 ഉണ്ടാവണം എന്നുള്ളത് കണ്ടിതാണ്, അത് ഉറപ്പാണ്. സോ അതാണ് ഇമ്പോർട്ടൻസ്. ശരി, അപ്പോൾ വീഡിയോ കുറച്ച് അവസാനിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ബീയിങ് മൈ സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ കമൻസുകളിൽ എന്തൊക്കെ കമൻറ്റുകൾ ഇടണോ അത് ഇട്ടോളൂ. പക്ഷേ കുറച്ച് കറക്റ്റായിട്ട് അതിനുള്ള സത്യാവസ്ഥയെ മാത്രം കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ സത്യാവസ്ഥ അല്ലാത്ത കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ വേറൊന്നും വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖം തന്നെ. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും സുഖം നേടിക്കൊണ്ട് K. നാരായണൻ. ആധാർ നമ്പർ 622068704831. വോട്ടർ കാർഡ് നമ്പർ JRT 50658883. EMOS Global Admin Consultations. Bye bye. Registered MSME under the MSME Act. Vivaravakasha Niyamam 2005. Bye.